ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105-ാം സ്ഥാനത്താണ്. 142.86 കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിൽ ആദായ നികുതി റിട്ടേൺ നൽകുന്നത് ജനസംഖ്യയുടെ 2.2% ആളുകളാണ്. അവർക്ക് നൽകിയ ആനുകൂല്യങ്ങളാണ് കേന്ദ്ര ബജറ്റിൻ്റെ നേട്ടമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾ പോലും നമ്മളെക്കാൾ ഭേദപ്പെട്ട അവസ്ഥയിലാണെന്നും ഈ രാജ്യങ്ങൾ മോഡറേറ്റ് വിഭാഗത്തിൽ വരുമ്പോൾ നമ്മൾ ഗുരുതരാവസ്ഥയിലുള്ള രാജ്യങ്ങളുടെ വിഭാഗത്തിലാണ്. അവിടെയാണ് ബജറ്റിൽ നികുതി ഇളവ് വലിയ വാർത്തയാക്കാൻ ചിലർ ശ്രമിക്കുന്നത്. ബജറ്റ് സാമ്പത്തിക രേഖയാവേണ്ടതാണ്, എന്നാൽ അതെല്ലാം മറന്നാണ് ബജറ്റിൽ കണ്ടത്. സമതുലിതമായ വികസനം എന്ന സങ്കല്പത്തെ തന്നെ ഇത് അട്ടിമറിക്കും. 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി നൽകേണ്ടതില്ല എന്ന പ്രഖ്യാപനത്തിൻ്റെ മറവിൽ നേട്ടം കൊയ്യുന്നതും വൻകിട മുതലാളിമാരാണ്. അവർ നൽകിക്കൊണ്ടിരിക്കുന്ന നികുതി സ്ലാബുകളിൽ വൻ കുറവാണ് വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച 48.2 ലക്ഷം കോടിയേക്കാൾ ചെലവുകൾ യഥാർത്ഥത്തിൽ 1 ലക്ഷം കോടി രൂപ സർക്കാർ കുറച്ചതായും കാണാം. നിർമ്മാണ ഉൽപ്പാദന മേഖലയ്ക്കോ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനോ മുൻഗണന നൽകിയിട്ടില്ല എന്നതാണ് ഈ ബജറ്റിൻ്റെ പ്രധാന പോരായ്മകളിലൊന്ന്. OBC, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കോ കർഷക തൊഴിലാളി മേഖലകൾക്കോ ന്യായമായ അവകാശപ്പെട്ടതൊന്നും ലഭിക്കുന്നില്ല. കാർഷിക വ്യാവസായിക രംഗങ്ങൾക്ക് വേണ്ട തോതിലുള്ള പരിഗണനകളില്ല എന്ന് മാത്രമല്ല, കാർഷിക മേഖലയിലെ നാനാതരം സബ്സിഡികൾ വെട്ടിക്കുറച്ചു. തൊഴിലുറപ്പ് പദ്ധതി പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ആശ്വാസകരമായിരുന്നു. അതിനുപോലും അർഹമായ വിഹിതം ബജറ്റ് നീക്കിവെക്കുന്നില്ല. ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തെ ലംഘിക്കുന്നതുമാണ് കേന്ദ്ര ബജറ്റിലെ സമീപനം. ഇതെല്ലാം മറച്ചു വെക്കുകയാണ് മാധ്യമങ്ങൾ.